നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന CBSE സുഗമ CBSE ICSE സുഗമ ക്ലാസ് 4th എക്സാം ഗൈഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മളത് 2 വീഡിയോ ചെയ്തായിരുന്നു. ഇത് 3ാമത്തെ പാർട്ടാണ്. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേജ് നമ്പർ 6 മുതലാണ്. അടുത്ത് വരുന്നത് റോം ലെറ്റർ 13 ആണ്. സർവനാം ശബ്ദ് കോൺസാ ഹെ, ഇതിൽ വന്നിരിക്കുന്ന സർവനാം ശബ്ദ് ഏതാണ്? മേം പഠിത്തി ഹു, ഞാൻ പഠിക്കുന്നു. അപ്പോൾ ഒരു സർവനാമം എപ്പോഴും വരുന്നത് എന്തായിരിക്കും? യഹ്, വഹ്, ഏ, വേ, തു, തും, ആപ്പ്, ഹം, ഇതൊക്കെയാണ് സർവനാമമായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിൽ ആണ് സർവനാമമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാത്തിലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ വരുന്നത് മേം പഠിത്തി ഹു, ഞാൻ പഠിക്കുന്നു. അപ്പം മേം ആണ് അതിൽ സർവനാമം. തും ആവോ, നിങ്ങൾ വരുവിൻ, അതിൽ തും ആണ് അവിടുത്തെ സർവനാമം. വഹ് പേഡ് ഹെ, അത് മരമാകുന്നു. അപ്പോൾ അവിടുത്തെ സർവനാമം ഏതാണ്? വഹ്. ആപ്പ് ജായേ, താങ്കൾ പോയാലും. അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് ആപ്പാണ്. വേ ഖേൽത്തേ ഹെ, അവർ കളിക്കുന്നു. അപ്പോൾ അതിൽ വന്നിരിക്കുന്നത് വേ ആണ്. യഹ് പുസ്തക് ഹെ, ഇത് പുസ്തകമാണ്. അപ്പോൾ ഏതാ വരുന്നത്? യഹ്. ഹമാര സ്കൂൾ ബഡാ ഹെ, നമ്മുടെ സ്കൂള് വലുതാണ്. അപ്പോൾ ഹം പ്ലസ് കായാണ് ഹമാര. തുമാര ഘർ കഹാ ഹെ, നിങ്ങളുടെ വീട് എവിടെയാണ്? അപ്പോൾ അവിടെ വന്നിരിക്കുന്നത് തുമ്മാണ്. അപ്പോൾ തും പ്ലസ് കായാണ് തുമ്ഹാര. ഓക്കെ, അപ്പോൾ സർവനാമം മനസ്സിലായല്ലോ. അപ്പോൾ എല്ലാ വർഷവും സുഗമ ഹിന്ദി പരീക്ഷ എഴുതുക. സുഗമ ഹിന്ദി പരീക്ഷ 4th ക്ലാസ്സിൻ്റെയൊക്കെ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള ഹിന്ദി പ്രചാര സഭ നടത്തുന്ന പ്രഥമ കോഴ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. പ്രഥമ കോഴ്സിലും ഇതേപോലത്തെ ഗ്രാമർ തന്നെയാണ് വരുന്നത്. അപ്പോൾ പ്രഥമ മുതൽ സാഹിത്യചാര്യ വരെയുള്ള പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് CBSE പരീക്ഷകൾ എഴുതുന്നതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ CBSE പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളും അതൊക്കെ കുറച്ചും കൂടെ ഈസി ആകാൻ വേണ്ടി പ്രഥമ ദൂസരി ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ആർക്കെങ്കിലും ഓൺലൈനായിട്ട് ആ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം. എല്ലാ ജില്ലയിലെ കുട്ടികൾക്കും ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാം. ടെസ്റ്റൊക്കെ നമ്മൾ നിങ്ങളുടെ അഡ്രസ്സിൽ പോസ്റ്റിൽ അയച്ചു തരും. അപ്പോൾ ആർക്കെങ്കിലും പ്രഥമയുടെ ഒക്കെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സാമിന് പങ്കെടുക്കാം. ഇപ്പോൾ എഴുതാൻ പറ്റിയില്ലെങ്കിലും അടുത്ത വെക്കേഷൻ എഴുതാം. 1 വർഷത്തെ കോഴ്സും ഉണ്ട്, 6 മാസത്തെ കോഴ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. പ്രഥമ ദൂസരി രാഷ്ട്രത്തിൻ്റെയൊക്കെ ഓൺലൈൻ ക്ലാസ് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗ്രാമർ എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ടെസ്റ്റൊക്കെ വായിക്കാൻ പറ്റും. സ്വന്തമായിട്ട് ഹിന്ദി സംസാരിക്കാൻ പറ്റും. അതൊക്കെയാണ് ഈ കോഴ്സിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് +2 വരെ സുഗമ ഹിന്ദി പരീക്ഷ ഉണ്ട്. CBSEക്കും സ്റ്റേറ്റിനും ഉണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ആ ഒരു പരീക്ഷ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 7ാം ക്ലാസ് 8ാം ക്ലാസ്സൊക്കെ സുഗമ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് രാഷ്ട്രം പ്രവേശക കോഴ്സുകളിലേക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഓരോ ക്ലാസ്സിൻ്റെയൊക്കെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത പോർഷനിലേക്ക് വരാം. പേജ് നമ്പർ 7 ആണ്. വിശേഷണം ശബ്ദ ചുൻകർ ലിഖിയേ, വിശേഷണം എഴുതാനാണ്. യഹ് ഫൂൽ സുന്ദർ ഹേ, ഈ പൂവ് വളരെ മനോഹരമാണ്. അപ്പോൾ അവിടെ വിശേഷണം എപ്പോഴും വരുന്നത് ബെഡ, ചോട്ട, കാലങ്ങളെയോ നിറങ്ങളെയോ ഗുണങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് വിശേഷണമായിട്ട് വരുന്നത്. അപ്പോൾ യഹ് ഫൂൽ സുന്ദർ ഹേ, ഈ പൂവ് വളരെ മനോഹരമാണ്. അപ്പോൾ അവിടെ വിശേഷണം വന്നിരിക്കുന്നതാണ് സുന്ദർ അല്ലേ. സുന്ദർ എന്ന വാക്കാണ് വിശേഷണമായിട്ട് വന്നത്. അപ്പോൾ രാജ് ചതുറിലെടുക്കാ ഹേ, രാജ് എന്ന് പറഞ്ഞത് ഒരു സമർത്ഥനായ കുട്ടിയാണ്. അപ്പോൾ അവിടെ എന്താ വരുന്നത്? ചതുർ. ഹാത്തി ബഡ ജാൻവർ ഹേ, ആന വലിയ മൃഗമാണ്. അപ്പോൾ അതിൽ വിശേഷണം ബെഡയാണ്. ബെഡ എന്നാണ് വലുത്. മീനു സുന്ദർ ലടുക്കി ഹേ, മീനു എന്ന് പറഞ്ഞത് ഒരു സുന്ദരിയായ പെൺകുട്ടിയാണ്. അപ്പോൾ അവിടെ സുന്ദർ എന്ന വാക്കാണ് വിശേഷണമായിട്ട് വരുന്നത്. 5ാമത്തത് ഭാരത് മഹാൻ ദേശ് ഹേ, ഭാരതം എന്ന് പറഞ്ഞത് നമ്മുടെ മഹത്തായൊരു ദേശമാണ്. അപ്പോൾ മഹാനാണ് അവിടെ വിശേഷണമായിട്ട് വരുന്നത്. 6ാമത്തത് ബഗീച്ചേമേ ലാൽ ഫൂൽ ഹേ, പൂന്തോട്ടത്തിൽ ചുമന്ന പൂവുണ്ട്. അപ്പോൾ നിറങ്ങൾ, ഗുണങ്ങൾ, കാലങ്ങൾ അതൊക്കെയാണ് വിശേഷണമായിട്ട് വരുന്നത്. ദിനേശ് മോട്ടാലെടുക്കാ ഹേ, ദിനേശ് നല്ല തടിച്ച കുട്ടിയാണ്, വണ്ണമുള്ള കുട്ടിയാണ്. അപ്പോൾ മോട്ടയാണ് അവിടെ വിശേഷണമായിട്ട് വരുന്നത്. പത്ത ഹര ഹോത്ത, അവിടെ 10 എന്ന് വെച്ചിട്ടുള്ള ആചിഹ്നമുണ്ട്. പത്ത ഹര ഹോത്ത ഹേ, 10 എന്താണ്? ഇല, ലീഫ് നല്ല പച്ച കളറാണ്. അപ്പോൾ അവിടെ ഹരയാണ് വിശേഷണമായിട്ട് വന്നത്. അടുത്തത് നീച്ചേ ദിയേ ഗദ്യാംശക്കോ പഠിക്കർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖിയേ, ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. താഴെ ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്താനാണ് പറഞ്ഞത്. അതൊക്കെ സിമ്പിളാണ് കേട്ടോ, 4 മാർക്കിന് കിട്ടും. അപ്പോൾ ഓണം ഹമാര ദേശീയ ത്യോഹാർ ഹേ, ഓണം എന്ന് പറഞ്ഞത് നമ്മുടെ ദേശീയ ഉത്സവമാണ്. യഹ് കേരളമേ മനായ ജാതാ ഹേ, ഇത് കേരളത്തിലാണ് ആഘോഷിക്കുന്നത്. നമ്മളിപ്പോൾ ഓണം ഇപ്പോൾ ആഘോഷമുള്ളൂ, എല്ലാവരും ഓണമൊക്കെ ആഘോഷമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിനി കാത്തിരിക്കുന്നത് ക്രിസ്മസിനും ദീപാവലിക്ക്. ഇപ്പോൾ തിങ്കളാഴ്ച ദീപാവലി, അത് കഴിഞ്ഞ് ക്രിസ്മസായി. ഓക്കെ, അപ്പോൾ ഓണം ഹമാര ദേശീയ ത്യോഹാർ ഹേ, ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഇത് കേരളമേ മനായ ജാത്ത ഹേ, ഇത് എവിടെ ആഘോഷിക്കുന്നത്? കേരളത്തിലാണ് ആഘോഷിക്കുന്നത്.
ഓണം കാ ത്യോഹാർ ശ്രാവൺ കെ മഹീനെ മേ ആതാ ഹെ. ശ്രാവണ മാസത്തിലാണിത് ആഘോഷിക്കുന്നത്, ചിങ്ങമാസത്തിൽ. ഓണം കെ ബാരെ മേ മഹാബലി കി കഥ ബഹുത്ത് പ്രചരിത് ഹെ. ഓണവുമായി ബന്ധപ്പെട്ട് മഹാബലിയുടെ കഥ വളരെ പ്രചാരത്തിലുള്ളതാണ്. അപ്പോൾ ഹമാരെ ദേശീയ ത്യോഹാർ കാ നാം ക്യാ ഹെ, ഏതാണ് നമ്മുടെ ദേശീയ ത്യോഹാർ? അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് നോക്കി എഴുതാം അല്ലേ. ഓണം ഹമാര ദേശീയ ത്യോഹാർ ഹെ. ഇതൊക്കെ ഫുൾ മാർക്ക് കിട്ടും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. യഹ് ത്യോഹാർ കഹാ മനായ ജാത്ത ഹെ, ഇത് എവിടെയാണ് ആഘോഷിക്കുന്നത്? എവിടെയാണ്? യഹ് ത്യോഹാർ കേരൾ മേ മനായ ജാത്ത ഹെ. യഹ് ത്യോഹാർ കിസ് മഹീനെ മേ ആത്ത ഹെ, ഏത് മാസത്തിലാണ് വരുന്നത്? ഓണം ശ്രാവണ കെ മഹീനെ മേ ആത്ത ഹെ. അപ്പോൾ ഇതിൽ 3 കൊടുത്തിട്ടുണ്ട്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് കേട്ടോ. അടുത്ത രണ്ടാമത് വരുന്നത് സുനിത ചൗധി കക്ഷാമേം പഠിത്തി ഹേ. സുനിത 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഉസ്കാ ഘർ ബഹുത്ത് സാഫ് സുഥരാ ഹെ, അവരുടെ വീട് നല്ല ക്ലീനാണ്. ഘർക്കെ സാമനെ ഏക് ചോട്ടാ സാ ബഗീച്ച ഹെ, അവരുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ഒരു കുഞ്ഞു പൂന്തോട്ടമുണ്ട്. ബഹു രംഗ് ബിരംഗി ഫൂൽ കിലേ ഹെ, അവിടെ നിറച്ച് നല്ല പല നിറത്തിലുള്ള പൂക്കൾ വിടർന്നിട്ടുണ്ട്. അപ്പോൾ സുനിത കിസ് കക്ഷാമേം പഠിത്തി ഹേ. സുനിത ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഏതിലാ? ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ. സുനിത ചൗധി കക്ഷാമേം പഠിത്തി ഹേ. ഉണ്ടോ? ഇപ്പോൾ ഹിന്ദി നല്ല ഈസി ആയിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഇത്രയും പാടെന്ന് പറഞ്ഞിരുന്നത് അല്ലേ. സുഖം അടിപൊളിയാണ്. അടുത്ത് ഘർക്കെ സാമനെ ക്യാ ഹേ, വീടിൻ്റെ അടുത്ത് എന്താണ്? ഘർക്കെ സാമനെ ഏക് ചോട്ടാ സാ ബഗീച്ച ഹേ, വീടിൻ്റെ അടുത്തൊരു കുഞ്ഞു പൂന്തോട്ടമുണ്ട്. സെക്കൻഡ് വിട്ടുപോയി. ഉസ്കാ ഘർ കൈസാ ഹെ, അവരുടെ വീട് എങ്ങനെയാണ്? ഉസ്കാ ഘർ സാഫ് സുഥരാ ഹെ. അപ്പോൾ 4 മാർക്കും കിട്ടി. അടുത്ത് തേർഡാണ്. നീലെ ആസ്മാൻ മേ ഏക് ഇന്ദ്രധനുഷ് രഹതാ താ, നീലാകാശത്തിൽ ഒരു ഇന്ദ്രധനുഷ്. ഇന്ദ്രധനുഷ് എന്താണ്? മഴവിലുണ്ടായിരുന്നു. ഉസ്കാ നാം താ സപ്തം, അതിൻ്റെ പേരാണ് സപ്തം. സപ്തം യാനി 7, അതായത് 7. ബൈങ്കനി നീല ആസ്മാനി ഹര പീല നാരംഗി ഓർ ലാൽ ഇൻ 7 രംഗോ സെ ബനാത്ത ഉസ്കാ ശരീരം. അപ്പോൾ 7 നിറങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെന്ന് തോന്നുന്നു ആ മഴവിലിൻ്റെ നിറം. നീല ആസ്മാൻ മേ കോൺ രഹതാ താ, നീലാകാശത്ത് ആരാണ് കഴിയുന്നത്? നീല ആസ്മാൻ മേ ഏക് ഇന്ദ്രധനുഷ് രഹതാ താ, ഒരു ഇന്ദ്രധനുഷ്. ഉസ്കാ നാം ക്യാ താ? ഉസ്കാ നാം സപ്തം താ. ഇന്ദ്രധനുഷ് മേ കോൺ കോൺ സെ രംഗ് ഹോത്തെ ഹെ, ഏതൊക്കെ നിറമുണ്ട്? ഇന്ദ്രധനുഷ് മേ ബൈങ്കനി നീല ആസ്മാനി ഹര പീല നാരംഗി ഓർ ലാൽ രംഗ് ഹോത്ത ഹെ. നീലയുണ്ട്, പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ഓറഞ്ചുണ്ട്, ചുവപ്പുണ്ട്, അങ്ങനെ 7 നിറങ്ങൾ ചേർന്നതാണ് നമ്മുടെ ഇന്ദ്രധനുഷ്. അടുത്തത് കിസി ഏക്ക് വിഷയക്കെ ബാരേമേ ലിഖേ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതുക. ഇവിടെ ദീപാവലി ഉണ്ട്, ഗാന്ധിജി ഉണ്ട്, ഹമാരാ ദേശുണ്ട്. ഏറ്റവും ലാസ്റ്റത്തത് ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് എഴുതുക. അടുത്ത് ദീപാവലി വായിക്കാം. ദീപാവലി ഭാരത് ത്യോഹാരോं का देश है, നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഉത്സവങ്ങളുടെ ദേശമാണ്. ദീപാവലി സാരേ ഭാരത് മേ മനായി ജാതി ഹെ, ദീപാവലി ഭാരതമെമ്പാടും ആഘോഷിക്കുന്നു. യഹ് പ്രകാശ് കാ ത്യോഹാർ ഹെ, ഇത് പ്രകാശത്തിൻ്റെ ഉത്സവമാണ്. ദീപാവലി के दिन लोग घर और आंगन साफ करते हैं और ലക്ഷ്മി ദേവിക്ക് പൂജ കർത്തേ ഹെ. ദീപാവലി ദിവസം ആളുകൾ എന്ത് ചെയ്യുന്നു? ഘർ ഓർ ആംഗൻ, വീടും മുറ്റമൊക്കെ സാഫ് കർത്തേ ഹെ, നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഓർ ലക്ഷ്മി ദേവിക്ക് പൂജ കർത്തി ഹെ, ലക്ഷ്മി ദേവിയെ പൂജിക്കുന്നു. ദീപാവലി ഫലായി കി ജീത്ത് ഓർ ബുരായി കി ഹാർ കി യാദ് ദിലാനെ വാല ത്യോഹാർ ഹെ, നന്മയും തിന്മയൊക്കെ നന്മയെ ഓർക്കുന്ന ഒരു ഉത്സവമാണ് ദീപാവലി. അടുത്ത് ഗാന്ധിജി. മഹാത്മാഗാന്ധി ഹമാരെ രാഷ്ട്രപിത, ഇതിൽ 3 ചോദിക്കും, 1 എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ഏതെങ്കിലും 2 നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മഹാത്മാഗാന്ധി ഹമാരെ രാഷ്ട്രപിത ഹെ, മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഉൻകാ ജന്മ 2 ഒക്ടോബർ 1869, 18 18 69 ആണെങ്കിൽ 69. അപ്പോൾ ഗുജറാത്ത് കെ പോർബന്ദർ മേ ഹുവാത്ത, അപ്പോൾ 2 ഒക്ടോബർ 2 1869 ഗാന്ധിജി ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചത്. ഉൻകാ പൂരാ നാം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ത, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ത. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഉൻകെ പിതാ കരംചന്ദ് ഗാന്ധി ഓർ മാതാ പുത്തലീബായി തെ, അദ്ദേഹത്തിൻ്റെ അച്ഛനായിരുന്നു കരംചന്ദ് ഗാന്ധിയും അമ്മയാണ് പുത്തലീബായി. വേ അഹിംസക്കെ പൂജാരി തെ, അഹിംസയെ പൂജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. വേ ഹമേഷ സത്യക്കെ മാർഗ് പർ ചലത്തെ തെ, ഗാന്ധിജി എപ്പോഴും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. 30 ജനുവരി, അപ്പോൾ 30 പറഞ്ഞത് 30 ജനുവരി 1948, 1948 को उनकी मृत्यु हुई थी, അദ്ദേഹം മരിച്ചത് 1948. അടുത്ത 3-മത്തത് ഹമാരാ ദേശ്.
ഭാരത് ഹമാരാ ദേശ് ഹേ, ഭാരത് നമ്മുടെ ദേശമാണ്. യഹ് ദുനിയ കാ സാത്വാം ബഡാ ദേശ് ഹേ, ലോകത്തിലെ ഏഴാമത്തെ വലിയ രാജ്യമാണ്. ഭാരത് കി രാജധാനി ദില്ലി ഹെ, ഭാരതിൻ്റെ തലസ്ഥാനമാണ് ദില്ലി. ഭാരത് മേ 28 രാജ്യ और 8 കേന്ദ്ര ശാസിത പ്രദേശ് ഹെ, 28 രാജ്യങ്ങളും 8 കേന്ദ്ര ഭരണങ്ങളും ഉണ്ട്. യഹാം കൈ ധർമ്മ और സംസ്കൃതിയാ ഹെ, ഇവിടുത്തെ മതങ്ങളും സംസ്കാരമെല്ലാം പലതാണ്. സബ് മിൽജുൽക്കർ രഹത്തെ ഹെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാവരും നല്ല ഐക്യത്തോടെയാണ് കഴിയുന്നത്. യഹാ കി പ്രാകൃതിക സുന്ദരത അദ്ഭുത ഹെ, ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യമാണ് എല്ലാവരെയും അത്ഭുതപ്പെടുന്നത്. അടുത്ത ലാസ്റ്റത്തത് പുരാനി സമയക്ക് ബാത്ത് ഹെ, പഴയ കാര്യമാണ്. കപിലവസ്തു കെ രാജ ഉദ്യാൻമേ ഏക് രാജകുമാർ ടഹൽ രഹാത്ത ഉസ്കാ നാം ത സിദ്ധാർത്ഥ്. അപ്പോൾ സിദ്ധാർത്ഥ് ശ്രീബുദ്ധനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് ഏത് വേണമെങ്കിലും ചോദിക്കാം, ബാക്കിയെല്ലാം ഇതേ രീതി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ വീഡിയോകളും മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിൽ ഒരു നോട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് ബുക്കിലോട്ട് എഴുതി പഠിക്കുക. ഞാൻ ഫോട്ടോസ് എല്ലാം വളരെ സാവധാനമാണ് നീക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബുക്കിലോട്ട് എഴുതുക. ഇത് ഫസ്റ്റ് പേജ്, അടുത്ത് വരുന്നത് സെക്കൻഡ് പേജ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്. ആദ്യം തന്നിരിക്കുന്ന ആദ്യത്തെ പേജ് മറ്റേ ബൈൻഡിങ് ആണ്. അപ്പോൾ അതിൻ്റെ പേജ് കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്നിട്ടാണ് 1 ആയിട്ട് കേട്ടോ, 1. അപ്പോൾ ഫസ്റ്റ് പേജ് 1 പിക്ചർ വരുന്നത് സെക്കൻഡ് പേജ് മുതൽ. ഇത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത്, സെവൻത്ത്, എയ്ത്ത് പേജ് വരെ ഉള്ളൂ. അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ എല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒരു 5-6 തവണ കേട്ട് പഠിക്കുക, എല്ലാം എഴുതുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു 3 ക്വസ്റ്റ്യൻ മോഡൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കി. ക്വസ്റ്റ്യൻ മോഡൽ എങ്ങനെ ഉണ്ടാക്കും? ആദ്യം 4 ക്വസ്റ്റ്യൻ എഴുതുക, ഓരോ റോമിലിട്ട് വരുന്ന 4 ക്വസ്റ്റ്യൻ, എന്നിട്ട് നിങ്ങൾ ആൻസർ കറക്റ്റ് ചെയ്യുക. അങ്ങനെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ. ഇപ്പം നിബന്ധമൊക്കെയാണെങ്കിൽ ഹമാരാ ദേശ് എഴുതുക ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. പിന്നെ പാരഗ്രാഫ് എഴുതാനുള്ളതിൽ ഓണം എഴുതുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ ഉണ്ടാക്കുക. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴേക്കും ഇത് ഫുള്ള് തീരും. അപ്പോൾ നിങ്ങൾക്ക് ഏത് വന്നാലും എഴുതാൻ പറ്റും. അപ്പോൾ പാരൻസും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.